നമസ്കാരം. കേരളത്തിലെ ആദ്യ പ്രൈവറ്റ് സെക്ടർ സാഫ്രോൺ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇൻഡോർ ഫാമാണ്. നല്ല രീതിയിൽ ഇവിടെ ഫ്ലവറിങ് വന്നിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇന്ന് ഒരു ഫ്ലവർ പോലും വിരിഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ശേഷാദ്രി തയ്യാറാക്കിയിരിക്കുന്ന ഒരു തോട്ടമാണ്. അതൊരു 400 കിലോ ബൾബ് അദ്ദേഹം കാശ്മീരിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കൃഷി വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. നമ്മൾ സാഫ്രൻ വളർത്തുന്നത് ആക്ച്വലി കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ മെത്തേഡ് യൂസ് ചെയ്യാണ്, CEA മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാഫ്രൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വളർത്തുന്നത് കശ്മീരിലെ ഒരു സ്ഥലത്താണ്, പാംപോർ എന്ന് പറയും. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു എൻവയോൺമെൻറ്റ്, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മളൊരു റൂമിനകത്ത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റൂമാണ് നമുക്കിതുള്ളത്. ഇതൊരു പഫ് പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ഈ റൂം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു 15 by 15 ഫീറ്റ് ഒരു റൂമാണ്. 225 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് സ്ഥലം. അപ്പോൾ ഇത് നമ്മൾ പഫ് പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 50 mm തിക്നെസ് വരുന്ന പഫ് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. റൂഫും വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻസുലേഷൻസും കഴിഞ്ഞാൽ വേണ്ടി. അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ പുറത്തോട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പുറത്തെ ടെമ്പറേച്ചർ അകത്തോട്ട് ബാധിക്കാണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഹ്യൂമിഡിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ നമുക്കകത്ത് ചില്ലറുണ്ട്, അതായത് നമ്മൾ റെഫ്രിജറേഷൻ യൂണിറ്റ് എന്ന് പറയും. നമ്മുടെ AC-യുടെ ഒരു കൂടിയ വേർഷനാണ്. അപ്പോൾ നമുക്കത് ടെമ്പറേച്ചർ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹ്യൂമിഡിഫയർ ഉണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴും കുറച്ച് കോസ്റ്റ്ലിയർ ഓപ്ഷനാണ്. പഫ് പാനൽ എന്ന് പറയുമ്പോഴേക്കും കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയർ ആണ്. അപ്പോൾ നമുക്കത് കുറച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രിക്ക് നമ്മൾ നോർമൽ കട്ട വെച്ചിട്ട് തന്നെ നോർമൽ റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ ചെറിയൊരു ഇൻസുലേഷൻ PE ഷീറ്റ് വരും. അതുപോലത്തെ ഷീറ്റ് നമ്മൾ അതിൻ്റെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസുലേഷൻ ആഡ് ഓൺ ഇൻസുലേഷൻ വരും. അല്ലെങ്കിൽ സിൽവർ കോട്ടിങ്സ്, അങ്ങനത്തെ കോട്ടിങ് വരുന്ന ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ 2-3 പൊടിക്കൈകളുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് അകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഓഫ് കോഴ്സ് നമുക്ക് ഈ ഇൻസ്റ്റാളേഷൻസ് എല്ലാം വേണ്ടി വരും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യിപ്പിച്ചത് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെൻഡർ ഉണ്ട്, അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തത് പൂനെ, അവിടെ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി സ്റ്റഡി ചെയ്തു. അവിടെ സ്റ്റഡി ചെയ്തപ്പോഴേക്കും കുറച്ച് കോൺടാക്ട്സ് ഒക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തു. അങ്ങനെ ഓൾറെഡി അറിയാവുന്ന ഒരു കോൺടാക്ട് ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. കോസ്റ്റ് നമുക്ക് ഇത് ഏകദേശം വരുന്നത് 15 feet by 15 feet ആണ് വരുന്നത്. 225 സ്ക്വയർ ഫീറ്റ്. 225 സ്ക്വയർ ഫീറ്റിന് അപ്രോക്സിമേറ്റ്ലി 2.5 lakhs ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ സാഫ്രൻ്റെ ബൾബ്, അല്ലെങ്കിൽ കോംസ് എന്ന് പറയും. സാഫ്രൻ കോംസ്. അപ്പോൾ ഇത് കശ്മീരിൽ നിന്നുള്ള ഒരു കോംസ് ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു വെളുത്തുള്ളി പോലത്തെ ഒരു ഏകദേശം ആ ഒരു സൈസിൽ വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിലും അതുപോലെ തന്നെ ഇറാനിലാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അവിടെയും മണ്ണിൻ്റെ അടിയിലാണ്, ഇത്രത്തോളം മണ്ണിൻ്റെ അടിയിലാണ് ഇത് വളരുന്നത്. ആകെ മണ്ണിൻ്റെ പുറത്തോട്ട് വരുന്നത് ഈ പൂവിൻ്റെ പോർഷൻ ഇത്രയൊരു ഹൈറ്റിലെ മാക്സിമം വരാറുള്ളൂ. പിന്നെ വേറൊരു സ്റ്റേജിൽ ഇതിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാഫ്രൻ്റെ പൂവ്. ആക്ച്വലി ഇന്ന് നമുക്ക് പൂവ് കുറവാണ്. അപ്പോൾ അതിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പൂവായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്കൊരു 1000-2000 പൂവ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച നമുക്ക് പൂവ് കുറവാണ്. അപ്പോൾ എനിവേ ഈ ഒരു പൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല പാർട്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ വയലറ്റ് കളർ, നീലയല്ല വയലറ്റ് കളറാണ് ഇതിൻ്റെ പെറ്റൽസ്, ഇതള്. അപ്പോൾ ഇതിനകത്ത് 6 ഇതളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ റെഡ് കളറാണ് നമ്മുടെ സാഫ്രൻ, അല്ലെങ്കിൽ കുങ്കുമ കേസരി എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറാണ്. അപ്പോൾ ഈ 3 ത്രെഡ്, അതായത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുങ്കുമപ്പൂവിൻ്റെ സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലമാണ് ഈ 3 ത്രെഡ്. അതിനെ ത്രെഡും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 ത്രെഡിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു 3 സ്റ്റിഗ്മയ്ക്ക് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സാഫ്രൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമുക്ക് ഏറ്റവും മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയാൻ ഈ ഒരു ഇതാണ്.
ഈ ഒരു ത്രെഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഇതിനെ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ സാഫ്രനായിട്ട് സെല് ചെയ്യുന്നത്. അത് പിന്നീട് പല ആൾക്കാരും പല യൂസിനും യൂസ് ചെയ്യുന്നത്. അത് പല പർപ്പസസ് ഉണ്ട് അതിൻ്റെ വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലവറാണ്. ഇപ്പോൾ ഫ്ലവർ നമ്മൾ ചെറുതായിട്ട് വെരി ജെൻറ്റ്ലി, വളരെ ജെൻറ്റ്ലി നമ്മളിതിങ്ങനെ വലിക്കുമ്പോഴേക്കും നമുക്കിത് പൂ പുറത്തോട്ട് വരുന്നു. അപ്പോൾ പൂ പുറത്തോട്ട് വന്നു, നമ്മൾ കോംസ് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ കോംസ് വന്നു, നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഫ്ലവർ, ഇതിൻ്റെ പെറ്റൽസ്, ഇതിൻ്റെ ഇതളുകൾ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 3 ത്രെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിഗ്മ, ഈ 3 സ്റ്റിഗ്മയും കൂടി നമ്മൾ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നമ്മളത് ജെൻറ്റ്ലി ഇത് 3 ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജെൻറ്റ്ലി ഇങ്ങനെ റിമൂവ് ചെയ്യുന്നു. ഇതിൻ്റെ പൂവാണ്. അതിൻ്റെ ഒരു ആന്തർ, യെല്ലോ പാർട്ട് ഒരു ആന്തറും കൂടിയുണ്ട് അവിടെ. അതിന് പുറമെ ഇത് ഞാനിവിടെ വെക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഫ്രൺ. അപ്പോൾ ആ സാഫ്രൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ വിവിധമായിട്ടുള്ള കളർ കാണാം. ഏറ്റവും മുകളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് റെഡ് കളർ കാണാം. റെഡ് കളർ ഏറ്റവും ചുവന്ന ഡീപ്പ് റെഡിലായിട്ടിരിക്കുന്ന ഏറ്റവും മുകളിലത്തെ പോർഷൻ, അതാണ് ഏറ്റവും കൂടുതൽ സാഫ്രൺ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ താഴോട്ട് പോകുന്തോറും നമുക്ക് സാഫ്രൺ കണ്ടന്റ് കുറയും. അതുകൊണ്ട് തന്നെ സാഫ്രൺ കണ്ടന്റ് വന്ന് അതൊരു സ്ലോലി റെഡിഷ്, അതിന് ചുവന്ന കളർ കുറഞ്ഞ് ഓറഞ്ചായി പിന്നീട് അത് വൈറ്റ് ആകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രകാരം തന്നെ നമുക്കിതിനെ 3 ക്വാളിറ്റിയിൽ, 3 ഡിഫറെൻറ്റ് ക്വാളിറ്റിയിൽ സാധനങ്ങൾ നമുക്ക് വിൽക്കാനും പറ്റും. ഏറ്റവും മുകളിലത്തെ ചുവന്ന പാട്ട് മാത്രം നമുക്ക് സർഗോൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയ സാഫ്രൺ ആണ്. പിന്നെ അതിനോട് താഴോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ യെല്ലോ പ്ലസ് ഈ ഓറഞ്ച് പാട്ടും കൂടി വരുമ്പോൾ അതിൻ്റെ ഒരല്പം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ ഈ വൈറ്റ് പാട്ട് എന്ന് പറയുമ്പോഴേക്കും അധികം സാഫ്രൺ കണ്ടന്റ് ഇല്ലാത്തൊരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് ആരോമയും ഇതിനെ നമുക്ക് ഡ്രൈ ചെയ്തിട്ട് ഫുഡ് ഐറ്റത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിലും എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വലിയ ആരോമ തരാത്തൊരു പാട്ടാണ്. അപ്പോൾ ഏറ്റവും ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോഴേക്കും സാഫ്രൺ കണ്ടന്റ് ഉള്ളത് ഏറ്റവും റെഡ് ടോപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സാഫ്രൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ബിറ്റർ ടേസ്റ്റ്, അതായത് ചെറിയൊരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു കയ്പ് ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അത് പിപ്രോക്രോസിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ അതിനകത്തുള്ളത് കൊണ്ടാണ് ആ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ വരുന്നത് ക്രൊസാറ്റിൻ അല്ലെങ്കിൽ ക്രോസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കൽ ഇതിനകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ വരുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ ആരോമയും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അത് സാഫ്രനാൽ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. ആ സാഫ്രനാൽ കണ്ടന്റ് കൊണ്ടാണ് നമുക്ക് കെമിക്കൽ കണ്ടന്റ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ആരോമ, ഈ ഒരു പെർട്ടിക്കുലർ ആരോമ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ സാഫ്രൺ ഫ്ലവർ, ഈ കേസർ ഫ്ലവർ നമ്മൾ പൂവിന്ന് നമ്മൾ ഈ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കേസർ നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ക്വാളിറ്റിയിലാണ് സെല്ല് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ റെഡ് പോർഷൻ അല്ലെങ്കിൽ ചുവന്ന പോർഷൻ മാത്രം വരെ കട്ട് ചെയ്യാം, മുറിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം സെല്ലാകുമ്പോഴേക്കും ഇത് ബെസ്റ്റ് പോർഷനാണ്. ഇതിൻ്റെ ഏറ്റവും സാഫ്രൺ കണ്ടൻറ്റ് കൂടുതലുള്ള പോർഷൻ നമുക്ക് മാത്രമായിട്ട് സെല്ല് ചെയ്യാം. അല്ലെങ്കിൽ ഒരല്പം യെല്ലോ പാർട്ട് അടക്കം വരുന്ന രീതിയിൽ ഒരു ഓറഞ്ച് യെല്ലോയിഷ് പാർട്ട് വരുന്ന അടക്കം അവിടെയും മുറിക്കാം. അതൊന്ന്. എന്നിട്ട് ഇത് നമ്മൾ ഡ്രൈ ചെയ്യാൻ വയ്ക്കും. ഡ്രൈ ചെയ്യാൻ വെക്കുന്നത് ഇതിൻ്റെ പൂവും ഡ്രൈ ചെയ്യാം അതുപോലെ തന്നെ ഇതും നമ്മുടെ സാഫ്രനും ഡ്രൈ ചെയ്യാം. സാഫ്രൻ ഡ്രൈ ചെയ്യാൻ വേണ്ടി 2 രീതി നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി ഡ്രൈ ചെയ്യുന്നത്, ഡയറക്റ്റ് സൺലൈറ്റിലല്ലാണ്ട് നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. കാശ്മീരിലൊക്കെ ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ ചിലപ്പോൾ അവർ അങ്ങനെ ഡ്രൈ ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡ്രൈയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഡ്രൈയിങ് മെഷീനാണ്. അപ്പോൾ ഡ്രൈയിങ് മെഷീനിൽ നമുക്ക് ഇതുപോലെ സാഫ്രൺ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് ഇതിനകത്ത് നമുക്കിങ്ങനെ ഇതൊരു പല ലേയേഴ്സിലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നമുക്കത് ഡ്രൈ ചെയ്യാവുന്നതാണ്. അതൊരു പ്രോസസ്സാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുവരെയുള്ള സാഫ്രൺ നമ്മളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുവരെ നമുക്ക് കിട്ടിയ സാഫ്രൺ ഇതായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ലൊരു ഫ്ലവറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ 1000-2000 ഒക്കെ പൂ ചില ദിവസങ്ങളിൽ 2000-2500 വരെ പൂ നമുക്ക് ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ
അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയാൻ ഇതിൻ്റെ പൂവാണ്. പൂവ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ എതൾ. ഇപ്പോൾ എതൾ എന്ന് പറയുമ്പോഴേക്കും ഇതിൽ ആരോമയുണ്ട്, ഇതിലൊരു സ്മെല്ലുണ്ട്, നല്ലൊരു സ്മെല്ലുള്ളൊരു പൂവാണ്. നമ്മൾ പലപ്പോഴും ഈ സോപ്പിൻ്റെയൊക്കെ സ്മെല്ലുള്ള സോപ്പും കാര്യങ്ങൾ, റോസിൻ്റെ സ്മെല്ലുള്ള സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല അതുപോലെ തന്നെ ഈ ഫ്രാഗ്രൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ കോസ്മെറ്റിക്സിലാണെങ്കിലും പെർഫ്യൂംസിലാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്രാഗ്രൻസുള്ള ഒരു പൂവാണ്. അപ്പോൾ ഇതിന് ഒരു ബയറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതും സെല്ലേബിളാണ്. ആസ് ഓഫ് നൗ എനിക്ക് ഈ വർഷം ഇതിൻ്റെ ബയറിനെ കണ്ടുപിടിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈ ഫ്ലവറും ഞാൻ ആക്ച്വലി ഡ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഡ്രയറിനകത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്തു. എന്നിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഞാനത് ബേസിക്കലി ഇതുവരെയുള്ള ഫ്ലാസ് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് പൗഡറാക്കി വെക്കാം. പൗഡറാക്കി വെക്കുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ നമുക്കിത് ഇതുവരെയുള്ള സാഫ്രൺ ഫ്ലാസ് എല്ലാം പൂവെല്ലാം നമ്മൾ പൗഡറാക്കി വെച്ചിട്ട് പൗഡർ കണ്ടൻറ്റുള്ള ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ പല രീതിയിലുള്ള പെർഫ്യൂം ഇൻഡസ്ട്രീസ് ആണെങ്കിലും വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കാൻ പറ്റും. അപ്പോൾ സാഫ്രൺ ഫ്ലവറിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനനുസരിച്ച് നമ്മളെന്തായാലും കണ്ടെയ്നറിനെ കുറിച്ച് ഓവറോൾ ആയിട്ടൊരു ഒരു ഐഡിയ കിട്ടി. നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സാഫ്രൺ ഫാമിങ്ങിൻ്റെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഇൻഡോർ സാഫ്രൺ കൾട്ടിവേഷനാണിത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഫസ്റ്റ് സാഫ്രൺ കൾട്ടിവേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ സെറ്റപ്പ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാം. ഇത് പല ലെവലിലായിട്ട് ഇതിൻ്റെ ട്രേകൾ വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ ഇതിൻ്റെ കോംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സാഫ്രൻ്റെ കോംസ് അല്ലെങ്കിൽ ബൾബ് എന്ന് പറയും. ഈ സാഫ്രൻ്റെ ബൾബിൽ നിന്ന് ഈ ഒരു സ്റ്റേജ് ഫ്ലവറിങ്ങിൻ്റെ സ്റ്റേജിൽ നമുക്ക് പുറത്തോട്ട് വരുന്നത് ഈ ഒരു മുളയാണ്, ഈ സ്പ്രൗട്ട് എന്ന് പറയും. ഈ സ്പ്രൗട്ടിൻ്റെ ഇതിലൂടെ ആയിരിക്കും നമുക്ക് ശരിക്കും പുറത്തോട്ടായിരിക്കും നമ്മുടെ ഫ്ലവർ വരുന്നത്. ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ഫ്ലവർ പുറത്തോട്ട് വരുന്നത്. നമുക്ക് കാണാം ഫ്ലവർ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലവർ ജസ്റ്റ് ബ്ലൂമിംഗ് ആണ്. ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ബ്ലൂം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു ത്രെഡ്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാഫ്രൺ അല്ലെങ്കിൽ കുങ്കുമ കേസരി എന്ന് പറയുന്ന ഈ ഒരു ത്രെഡിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോഡക്റ്റ്. ഇതിൻ്റെ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബൾബ്സ് എല്ലാം ട്രെയിനകത്ത് വെച്ചിട്ട് പല ലെവലിലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ബേസിക്കലി വേർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നുണ്ട്. പല രീതിയിലെ ഹൈഡ്രോപോണിക്സിലാണെങ്കിലും വേർട്ടിക്കൽ ഫാമിംഗ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോഴേക്കും എയറോപോണിക്സ് ആണ്. എയറോപോണിക്സിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ സോയിലും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എല്ലാം കാണാം, ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ മണ്ണ് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വെള്ളവും യൂസ് ചെയ്യുന്നില്ല. ഈ എൻറ്റയർ കണ്ടെയ്നറിനകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു മോഡ് ഓഫ് അഗ്രികൾച്ചറിനെയാണ് നമ്മൾ എയറോപോണിക്സ് എന്ന് പറയുന്നത്. വെള്ളം ആൻഡ് മണ്ണ് ഇത് രണ്ടും യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് വേണ്ട. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിന് വേണ്ടി വരുന്ന ഹ്യൂമിഡിറ്റി അത് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു ഡിവൈസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ വേണ്ട ഒരു ഹ്യൂമിഡിറ്റി ലെവൽ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹ്യൂമിഡിഫയർ. ഇതിന് നമുക്ക് ഫ്യൂംസിൻ്റെ ഫോമിൽ ഇതിന് നമുക്ക് ഓൺ ആക്കുമ്പോഴേക്കും ഇതിൻ്റെ ഹ്യൂമിഡിറ്റി നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഹ്യൂമിഡിറ്റി വല്ലാണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് 75% ഹ്യൂമിഡിറ്റിയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ 90% ഹ്യൂമിഡിറ്റി ഒക്കെ എസ്പെഷ്യലി കേരളത്തിലെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഡീഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെഷീൻ ഉണ്ട്. ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു മെഷീനാണ്. അതാണ് ഈ ഒരു മെഷീൻ. നമുക്കിവിടെ കാണാം ഈ ഒരു മെഷീൻ. ഈ ഒരു മെഷീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹ്യൂമിഡിഫയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഹ്യൂമിഡിറ്റി കാര്യം പറഞ്ഞു, എങ്ങനെയാണ് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നമ്മൾ മാനേജ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ടെമ്പറേച്ചറാണ്. നമ്മൾ ബേസിക്കലി ഇതിനകത്ത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിലെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറും അവിടുത്തെ അറ്റ്മോസ്ഫിയറും നമ്മളിവിടെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ആണെങ്കിലും
ഹ്യൂമിഡിറ്റി ആണെങ്കിലും ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് വേണ്ടി രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ രീതിയിലൊരു ഇൻസ്റ്റലേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ടെമ്പറേച്ചർ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചില്ലർ വെച്ചിട്ടുണ്ട്, അഥവാ ഒരു എ സി പോലത്തെ ഒരു യൂണിറ്റാണ് ചില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ടെമ്പറേച്ചർ, കശ്മീരിലെ ടെമ്പറേച്ചർ നമ്മളിവിടെ മാനേജ് ചെയ്യും. അത് നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസങ്ങളിലും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും കശ്മീരിൽ. അപ്പോൾ നമ്മളൊരു ചാർട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മുതലാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ ഇത് ട്രേയിൽ ഈ ബൾബ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. ഓഗസ്റ്റ് എൻഡ് വരെയാകും. ഓഗസ്റ്റ് എൻഡ് മുതൽ ഡിസംബർ എൻഡ് വരെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ. അപ്പോൾ ഓഗസ്റ്റിൽ ഏകദേശം നമുക്ക് ഡേ ടൈമിൽ 23 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വേണ്ടി വരുന്നത്. രാത്രി ഏകദേശം ഒരു 16 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടി വരുന്നത്. അത് ക്രമേണ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും ആ ടെമ്പറേച്ചർ കുറഞ്ഞ് ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് രാത്രി നമുക്ക് വേണ്ടി വരും. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് വേണ്ടി വരുന്ന സമയമാണ് ഡിസംബറൊക്കെ. അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുമ്പോഴേക്കും 2-3 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. വേറെ ലൈറ്റ്, നമുക്ക് ഈ ലൈറ്റ് നമുക്ക് കാണാം. ഈ ഒരു ഗ്രോ ലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ശരിക്കും പ്ലാന്റ്സ് ഇൻഡോർ മോഡിൽ നമ്മൾ വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റ് സിസ്റ്റമാണ് ഗ്രോ ലൈറ്റ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും വൈറ്റ് ലൈറ്റ് അല്ല, ഇതിനകത്ത് സ്പെസിഫിക്കലി നിങ്ങൾക്ക് കാണാം റെഡ് ഓർ ബ്ലൂ എലമെൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് നമുക്കറിയാം ലൈറ്റിലെ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് മാത്രമാണ് നമുക്ക് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഈ പ്ലാന്റ്സിന് വേണ്ടത് ഇതാണോ അത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലൈറ്റിംഗ് സിസ്റ്റമാണ് ഈ ഗ്രോ ലൈറ്റ്. അപ്പോൾ നിയർലി നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ ഇപ്പോൾ ഓൾറെഡി നിയർലി 196 ഗ്രോ ലൈറ്റ്സ് ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാൾഡ് ആണ്. 196 ഗ്രോ ലൈറ്റ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് സാഫ്രൻ സെലക്ട് ചെയ്തു, എന്താണ് അതിൻ്റെ പുറകിൽ ചെയ്തോ വികാരം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഫ്രൻ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല. ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഡിഫറെൻറ്റ് ഐഡിയാസ് മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐഡിയാസ് വർക്കൗട്ട് ചെയ്തപ്പോഴേക്കും സാഫ്രൻ ആണ് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇത് ടെക്നോളജി അഗ്രികൾച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് തോന്നിയത് കൊണ്ടാണ് ഞാൻ സാഫ്രൺ സെലക്ട് ചെയ്തത്. അപ്പോൾ സാഫ്രൺ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തുടക്കത്തിൽ ഞാൻ സ്വന്തമായിട്ടൊരു രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് മതിയായപ്പോഴേക്കും ഓൾറെഡി ഇതുപോലത്തെ ഇൻഡോർ ഫാമിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും. അവിടെ പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇതിന് എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇൻഡോറിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിലുള്ള പഠനത്തിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഈ ബൾബാണ്. ഇത് കശ്മീരിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് കശ്മീരിൽ നിന്ന് ഈ ബൾബ് ഇവിടത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് ടാസ്ക്. അതിനകത്തുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് അത് തന്നെയാണ്. എന്നു പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലോക്കലി പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയേറ്റർ വഴിയൊക്കെ ചിലപ്പോൾ പ്രൊക്യൂർ ചെയ്യേണ്ടി വരും, അത് അവിടെ നിന്ന് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അത് ആ ഒരു ഇതിന് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ, എന്താണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ഈ ബൾബ് ഞാൻ കശ്മീരിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ 400 കിലോ ആണ് ഇപ്പം മേടിച്ചേക്കുന്നത്. ആക്ച്വലി ഈ കണ്ടെയ്നറിൽ ഈ ഒരു സെറ്റപ്പിനകത്ത് നമുക്ക് ഓവറോൾ ഒരു 550-600 കിലോ വരെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ 400 കിലോ ആണ് ഞാൻ ഇപ്പം മേടിച്ചേക്കുന്നത്. ഈ 400 കിലോ ഞാൻ മേടിച്ചേക്കുന്നത് ഏകദേശം കിലോയ്ക്ക് 1000 രൂപ എന്ന റേഞ്ചിലാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ 400 കിലോ ബൾബ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ഇതിൻ്റെ ഒരു ഈ ഒരു ഫ്ലവറിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേജും കൂടി വരുന്നുണ്ട്. ആ സ്റ്റേജാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ്. ആ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത് മണ്ണിൻ്റെ അടിയിലാണ്. അപ്പോൾ അത് നമ്മൾ ലാബിനകത്ത് ചെയ്യാം. ലാബിനകത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫീസിബിളായിട്ടുള്ള നമുക്ക് പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ലാൻഡിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഈ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിൻ്റെ സമയത്ത് ഈ ഒരു ബൾബ് 3, 4, 5 ബൾബായിട്ട് അത് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇത് മദർ ബൾബാണ്. അപ്പോൾ കുറേ ഡോട്ടർ ബൾബ് അടുത്ത് വല്ല കോംപ്ലിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ബൾബ് എന്ന് പറയുമ്പോഴേക്കും മൾട്ടിപ്ലൈ എണ്ണം കൂടും.
വെയിറ്റ് അത്ര തന്നെ കൂടില്ല, 4 ഇരട്ടി വെയിറ്റ് കൂടത്തില്ല. അപ്പോൾ 400 കിലോ എന്ന് പറഞ്ഞിട്ടുള്ളത് 500 കിലോയോ 550 600 കിലോ ആ ഒരു റേഞ്ചിൽ ബൾബ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊല്ലം മേടിച്ചപ്പോഴേക്കും 400 കിലോയെ മേടിച്ചിട്ടുള്ളൂ. അടുത്ത കൊല്ലത്തേക്ക് നമുക്കത് അത്ര ഓട്ടോമാറ്റിക്കലി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ച് വെയിറ്റ് കൂടുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു റിസ്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് 400 കിലോ മേടിച്ചു. ഇതിൻ്റെ സെലക്ഷൻ, ബൾബിൻ്റെ സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കൊല്ലം നമ്മൾ ഇതിന് ബൾബിന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇത്രയും പർച്ചേസ് 1000 രൂപ പെർ കിലോ കുറച്ച് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കശ്മീരിലെ GI ടാഗിങ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. GI ടാഗിങ് വരുമ്പോഴേക്കും അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇത് പുറത്തോട്ട് ഉള്ള ഒരു സ്ഥലങ്ങളിൽ വളർത്താൻ വേണ്ടി അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവരുടേതായ രീതിയിൽ അവരവിടെ തന്നെ വളർത്താനായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടും അല്ലാണ്ട് നമുക്ക് ഇത് വീണ്ടും പർച്ചേസ് ചെയ്യാൻ അടുത്ത പോലെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫീസിബിൾ അല്ല, വയബിൾ ആയിരിക്കില്ല പ്രൊജക്റ്റ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിൽ ഇത് പ്രോപ്പർലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ബൾബ്സ് അവൈലബിൾ ആണ്. വീണ്ടും ബൾബ്സ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇക്കൊല്ലം 400 കിലോ മേടിക്കുന്നു, അത് അടുത്ത കൊല്ലത്തേക്ക് ഒരു 500 കിലോ ആവുന്നു, 500 to 600 kgs ആവുന്നു. അത് മൾട്ടിപ്ലിക്കേഷൻ്റെ സക്സസ് എത്രമാത്രം ഉണ്ടാവും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കൊല്ലവും വീണ്ടും ഈ സെയിം കൃഷി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ആദ്യത്തെ വർഷത്തിൽ മാത്രമേ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. ഈ ബൾബിൻ്റെ മേടിക്കുന്നതാണെങ്കിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനാണെങ്കിലും ഈ ഒരു മെഷീൻസ് മേടിക്കുന്നതിൻ്റെ എല്ലാം ആണെങ്കിലും അതെല്ലാം ആദ്യത്തെ വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നീട് രണ്ടാമത്തെ വർഷം മുതൽ നമുക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ് നമുക്കില്ല, ആകെ റണ്ണിങ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിൽ പ്രോപ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തണം. അതിൻ്റെ ഒരു സ്റ്റേജ് നമ്മൾ കൺഫേം സക്സസ് അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് നമുക്ക് എല്ലാ വർഷവും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൂമിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ബൾബ്സ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബൾബ്സും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. ഇപ്പോൾ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൽ വേറെ കോമ്പണൻസ് വരുന്നുണ്ട്. ഒന്ന് മേജറായിട്ട് പറഞ്ഞത് ഈ ബൾബ് പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ്. ഇത് നമ്മൾ എത്ര കിലോ മേടിക്കുന്നു നമ്മുടെ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ മേടിച്ചത് 400 കിലോ ആണ്. കിലോയ്ക്ക് 1000 രൂപ റേഞ്ചിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതും ഒരു കോസ്റ്റാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഫ് പാനലിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, അത് ഞാൻ 2.5 ലക്ഷമാണ് സ്പെൻഡ് ചെയ്തത്. അത് ചെറിയ കുറച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. അത് നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എക്യുപ്മെൻറ്റ്സ്, എല്ലാ എക്യുപ്മെൻറ്റ്സും ഒന്ന് AC ആവാം. AC ഏകദേശം ഈ ഒരു സ്പേസിന് വേണ്ട AC ഏകദേശം 1.4 lakhs അത്ര ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്യൂമിഡിഫയർ, പിന്നെ ഗ്രോ ലൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അത് നമ്മൾ ഹ്യൂമിഡിഫയർ ഏത് മോഡൽ മേടിക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതെല്ലാം ഒരു 30,000 അകത്ത് വരുന്ന കോസ്റ്റിങ്ങേ ഉള്ളൂ. 30-40 ആ റേഞ്ചിൽ വരുന്ന ഒരു കോസ്റ്റാണ്. പിന്നെയുള്ള ഗ്രോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് പൊതുവെ ഞാൻ കണ്ടിടത്തോളം ഒരുപാട് മാനുഫാക്ചേഴ്സ് ഇല്ല ഗ്രോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു കോസ്റ്റ് കുറവിൽ ചിലപ്പോൾ കിട്ടും. ഒരു ബൾബിന് ഏകദേശം ഒരു ട്യൂബ് ലൈറ്റിന് ഏകദേശം ഒരു 500 to 600 rupees റേഞ്ചിൽ നമുക്കത് മേടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഓവറോൾ കോസ്റ്റ്. പിന്നെയുള്ള ചെറിയ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ട്രേ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചെറിയ എക്യുപ്മെൻറ്റ്സ്, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻ ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ വർക്ക്സ്, പിന്നെ ഈ റാക്ക് ഉണ്ടാക്കേണ്ട സിസ്റ്റം. ഈ റാക്ക് ഒരു നിയർലി ഒരു 50 to 75,000 നമുക്ക് ഈ റാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതിനകത്ത് സക്സസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ലൈറ്റിംഗ് പ്രോപ്പറായിട്ട് കൊടുക്കുക. അവിടെയാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചാർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഓഗസ്റ്റ് എൻഡ് മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു സമയങ്ങളിലാണ് ഈ റൂമിനകത്ത് നമുക്ക് പൂ വരുന്ന സമയം, ഫ്ലവറിങ് വരുന്ന സമയം. ഫ്ലവറിങ് വരേണ്ട സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്താണ്, ഹ്യൂമിഡിറ്റി എന്താണ്, ലൈറ്റിംഗ് എന്താണ്, അത് കൺട്രോൾ ചെയ്യുക ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് പ്രകാരം നമുക്ക് ഇതിനകത്തും എല്ലാം മാനേജ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും നമുക്ക് അറിയാൻ വേണ്ടി ഒരു
ഹൈഗ്രോമീറ്റർ ഇതിനകത്ത് നമ്മൾ കൺസിഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഗ്രോമീറ്ററിൽ നമുക്ക് ടെമ്പറേച്ചർ എന്താണ്, ഹ്യൂമിഡിറ്റി എന്താണ്, മാക്സിമം മിനിമം, അതൊക്കെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. പിന്നെ ഇതിനകത്തുള്ള ഒരു പോസിബിലിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ ഞാൻ ഒരു മിനിമം രീതിയിലേ ചെയ്തിട്ടുള്ളൂ, ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനി അടുത്ത വർഷം ആകുമ്പോഴേക്കും അടുത്ത വർഷത്തെ ഫ്ലവറിങ്ങിന് മുന്നേ ഓട്ടോമേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻസർ ഇവിടെ അകത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ടെമ്പറേച്ചറിനാണെങ്കിലും ഹ്യൂമിഡിറ്റിക്കാണെങ്കിലും അത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ഇവിടെ നോക്കി നിൽക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാനുവലി ഇത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓട്ടോമേഷൻ ഒരു നല്ലൊരു പോസിബിലിറ്റിയാണ്. ഓട്ടോമേഷന് വലിയൊരു കോസ്റ്റ് വരത്തില്ല, വളരെ ഒരു ചെറിയൊരു എമൗണ്ടേ ഓട്ടോമേഷന് വരത്തുള്ളൂ. ഒരു എല്ലാം കൂടി ഒരു 15,000 റുപ്പീസിന് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സാഫ്രൻ്റെ ഈ ഒരു ഇതിൽ ഫ്ലവറിംഗ് എന്ന് പറയുമ്പോഴേക്കും ഓഗസ്റ്റ് എൻഡ് മുതൽ ഡിസംബർ എൻഡ് വരെയാണ്, ഏകദേശം 4 മാസമാണ് വരുന്നത്. ബാക്കിയുള്ള സമയം നമുക്ക് ഈ ഒരു റൂം ആക്ച്വലി ഫ്രീ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇതിനകത്ത് തന്നെ ചെയ്യാം, കുറച്ചും കൂടി വലിയ സ്പേസ് വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കുറച്ച് പുറത്തും ചെയ്യുന്നു. ഒരു മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഏതിൻ്റെയാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടുതലെന്ന് അറിയാനും പിന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഇതിനകത്ത് ചെയ്യുമ്പോഴേക്കും ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മണ്ണ് അകത്തോട്ട് കയറ്റുന്നതിൻ്റെ വെയിറ്റ് വരും. രണ്ടാമത് മണ്ണ് പുറത്തുനിന്ന് കയറുന്നതിൻ്റെ ഒരു ചെറിയൊരു കണ്ടാമിനേഷൻ വന്നേക്കാം. അതുകൊണ്ട് തന്നെ മണ്ണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ്റെ മണ്ണും കാര്യങ്ങളും പുറത്തോട്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിന് വയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫ്യൂമിഗേഷൻ പോലെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേഷൻ പുറത്ത് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ മൊത്തത്തിൽ പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസ് 8 മാസത്തേക്ക് ഫ്രീ ആയിരിക്കും. ആ 8 മാസത്തേക്ക് നമുക്ക് കംപ്ലീറ്റ്ലി വേറെ എന്തിനെങ്കിലും ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വേറെ ടൈപ്സ് ഓഫ് മഷ്റൂംസ് ഉണ്ട്, അല്ലാണ്ട് വേറെ പ്രോഡക്ട്സും ഉണ്ട് ഈ ഒരു സ്പേസിൽ തന്നെ. ഈവൻ ഹൈഡ്രോപോണിക്സ് മെത്തേഡിൽ നമുക്ക് ലെറ്റ്യൂസ് പോലത്തെ അതുപോലത്തെ വേറെ കുറച്ച് ക്രോപ്സും കാര്യങ്ങളൊക്കെ ഇൻഡോർ മോഡിൽ വെർട്ടിക്കൽ ഫാമിംഗ് മോഡിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ പോസിബിലിറ്റീസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതായ വേറെ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ആ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇവിടെ സാഫ്രൻ ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാവുന്നു. പ്രോഡക്റ്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ രണ്ട് രീതിയിലുള്ള മെയിൻ പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇതിൻ്റെ ത്രെഡ്, അതായത് ഉണക്കിയതിന് ശേഷം നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രൻ്റെ ത്രെഡ്. അത് നമ്മൾ സെല് ചെയ്യാൻ പറ്റും. സെല് ചെയ്യാൻ നമുക്ക് 2 രീതിയിൽ സെല് ചെയ്യാൻ പറ്റും. ഒന്ന് ഹോൾസെയിലിനും സെല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീറ്റെയിലായിട്ട് സെല് ചെയ്യാൻ പറ്റും. റീറ്റെയിലായിട്ട് സെല് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ടാഗ് മാർക്ക് അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിലായിട്ട് സെല് ചെയ്യുന്നതിന് എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഹോൾസെയിലായിട്ട് സെല് ചെയ്യുമ്പോഴേക്കും ബാക്കി ഏത് പ്രോഡക്റ്റ് പോലെയും ബാക്കി ഏത് അഗ്രികൾച്ചറൽ ഉൽപ്പന്നം പോലെയും അതിൻ്റെ കോസ്റ്റ് മാർജിനിൽ നമുക്ക് കുറവായിരിക്കും. ഇത് റീറ്റെയിൽ സെല് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് റീറ്റെയിലായിട്ട് സെല് ചെയ്യുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. റീറ്റെയിലായിട്ട് സെല് ചെയ്യുകയാണെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. ബ്രാൻഡിങ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് റീറ്റെയിലിൽ സെല് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രൻ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ നല്ലൊരു ഗ്യാപ്പുള്ള ഒരു സാധനമാണ്. ഇന്ത്യയിൽ 100 ടണ്ണാണ് ഇതിൻ്റെ ഡിമാൻഡ് ഉള്ളത്, 100 ടണ്ണ്. പക്ഷേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 4 to 5 ടണ്ണേ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇന്ത്യയിൽ. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഡിമാൻഡും സപ്ലൈയും തമ്മിൽ. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈ തമ്മിൽ ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പോസിബിലിറ്റി ഉള്ളത്. അത് ഇൻഡോറിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും പോസിബിലിറ്റീസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിസീസ് ഫ്രീ ആയിരിക്കും. പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് വേണ്ടത്. ഇല്ല, ഇതിനകത്ത് നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി 0 പെസ്റ്റിസൈഡ്സ് ആണ്. കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്ത് എന്ത് കാലാവസ്ഥ മാറ്റം വന്നാലും നമുക്കത് പ്രശ്നം വരത്തില്ല. മഴ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, മഴ കുറഞ്ഞാലും പ്രശ്നമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ഏത് ഒരു വരൾച്ചയുള്ള വർഷങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതും പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും നമുക്കുള്ളത് കൊണ്ട് ഇൻഡോർ കൾട്ടിവേഷനിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ ഈ ഒരു കൾട്ടിവേഷനും പോസിബിലിറ്റീസും അതുപോലത്തെ നമുക്ക് അതിനകത്തുള്ള ഒരു ഓവറോൾ ഫ്യൂച്ചറിൽ നോക്കുമ്പോഴേക്കും നമുക്ക് പഴയ രീതിയിലുള്ള അഗ്രികൾച്ചർ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ രീതിയിലുള്ള അഗ്രികൾച്ചർ മെത്തേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്
ക്ലൈമാറ്റിക് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഈ ഒരു സാഫ്രൻ്റെ ഈ ഒരു ത്രെഡ് അതിന് 1 ഗ്രാമിന് നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോഴേക്കും 350 രൂപ 400 രൂപയൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് ഒരു സാധാരണ ബോക്സ് നമുക്ക് കിട്ടുന്നത്. അത് നോർമൽ ഷോപ്പിൽ കിട്ടുമ്പോഴേക്കും നമ്മൾ മേടിക്കാറുണ്ട് 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് 1 ഗ്രാമിന് ഇത്രയും കോസ്റ്റ് വരുന്നത് എന്ന രീതിയിൽ ആൾക്കാർ തിങ്ക് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് വരാൻ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ലേബർ കോമ്പണൻ്റ് ഉണ്ട്. അതൊരല്പം ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ലേബറാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഫ്ലവർ ഇന്ന് നമുക്ക് ഒരു ഫ്ലവറിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ത്രെഡാണ് കിട്ടുന്നത്. 3 സാഫ്രൻ്റെ ഈ ത്രെഡാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഈ 3 സാഫ്രൻ്റെ ത്രെഡ് നമുക്കത് റിമൂവ് ചെയ്യുന്നതിൻ്റെ ലേബർ ഉണ്ട്. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് മോഡിൽ നമുക്ക് പെട്ടെന്ന് ഒരു പൂ പറിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ത്രെഡ് റിമൂവ് ചെയ്യുന്നു അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അത്യാവശ്യം സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന സ്ലോലി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതൊരു അല്പം സ്ലോ വർക്കാണ്. ഇതിൻ്റെ ഹാർഡ് വർക്കായിരിക്കും എന്ന് വെച്ചാൽ ഒരുപാട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും 1 ഗ്രാം ആവാൻ വേണ്ടി ഒരു മേ ബി ഒരു 10-20 ഫ്ലവർ മതിയാവും, പൂ മതിയാവും എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, 1 ഗ്രാം ആവാൻ വേണ്ടി നമുക്ക് നിയർലി 150 പൂ വേണ്ടി വരും. 150 പൂന്ന് നമുക്ക് റിമൂവ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ആ ഒരു ടൈമിനാണ് ശരിക്കും പറഞ്ഞ ടൈമും അതിൻ്റെ ഒരു സ്ഥലവും. അപ്പം നമ്മൾ നേരിട്ട് ലാൻഡിൽ ചെയ്യുകയാണെങ്കിൽ 150 പൂവ് വെക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ലാൻഡ് അത്രയും വലിയ ലാൻഡായിരിക്കും. അത്രയും വലിയ ലാൻഡ് നമുക്ക് കിട്ടുന്നത് 1 ഗ്രാമാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ഫാം ആകുമ്പോഴേക്കും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡിൽ 7 തട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 7 തട്ടിൽ വയ്ക്കുമ്പോഴേക്കും ലാൻഡ് ലിമിറ്റഡ് ലാൻഡിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻഡോറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്നും മനസ്സിനകത്ത് വയ്ക്കുക. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ കോസ്റ്റിങ്ങും അതിനനുസരിച്ചാണ് ഹയർ കോസ്റ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഒരു ലേബർ ഇൻറ്റൻസീവ് നേച്ചർ പ്ലസ് ലാൻഡ് ഇൻറ്റൻസീവ് നേച്ചർ ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ബൾബ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 സ്പ്രൗട്ട് ഉണ്ട്, ഇതിനകത്ത് 2 സ്പ്രൗട്ടും ഉണ്ട്. അപ്പോൾ ഓരോ ബൾബിലും ഓരോ രീതിയിലായിരിക്കും. 3 സ്പ്രൗട്ടിലുണ്ട്, 1 സ്പ്രൗട്ടിലുണ്ട്, 4 സ്പ്രൗട്ട്, അങ്ങനെ വേരിയസ് നമ്പർ വരുന്ന രീതിയിലുള്ള സ്പ്രൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്പ്രൗട്ടിൽ നിന്ന് 1 ഫ്ലവറോ 2 ഫ്ലവറോ 3 ഫ്ലവറോ ഒന്നിച്ച് വരാം, അല്ലെങ്കിൽ വേറെ ടൈമിലും വരാം. ഒരിക്കൽ പൂ വന്ന ഒരു സ്പ്രൗട്ടിനകത്ത് നിന്ന് വീണ്ടും ആ പൂ മാറ്റിയതിന് ശേഷം വീണ്ടും അതിനകത്ത് തന്നെ വീണ്ടും പൂ വരാം. അങ്ങനെ പല രീതിയിൽ ഇതിനകത്ത് കോമ്പിനേഷൻ പോസിബിളാണ്. എനിക്കിവിടെ മാക്സിമം കിട്ടിയിട്ടുള്ള ഒരു സ്പ്രൗട്ടിനകത്ത് തന്നെ 3 ഫ്ലവർ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പ്രൗട്ടുള്ളതിന് 2 പൂവ് വെച്ചിട്ട് 4 പൂവ് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചെണ്ണം കിട്ടാറുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ രീതിയിലും വരാം. പിന്നെ ഈ ബൾബ് ഒരിക്കൽ മദർ ബൾബ് ആണെങ്കിൽ ഏകദേശം 7 to 8 പ്രാവശ്യം അത് നമുക്ക് പൂ തരും. വീണ്ടും മൾട്ടിപ്ലൈ ആകുമ്പോഴേക്കും നമുക്ക് ഡോട്ടർ ബൾബും കിട്ടും. പക്ഷേ സ്റ്റിൽ ഒരു ബൾബ് തന്നെ നമുക്ക് ഏകദേശം 7 സൈക്കിൾസ് ഓഫ് ഫ്ലവറിങ് നമുക്ക് 7 വർഷത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എത്രാമത്തെ വർഷമായി ഈ ഒരു ബൾബ് എന്ന രീതിയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും.